ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ എന്താണ് പ്രശ്നം? വിതരണം ചെയ്ത ലാപ്ടോപ്സ് എല്ലാം കംപ്ലൈന്റ് ഉള്ളതാ. ചിലത് പൊട്ടിത്തെറിച്ചെന്ന്. എന്റെ പൊന്നെ, ഞാൻ രമ്യ മോളേന്ന് ലോക്യത്തിലൊന്ന് വിളിച്ചുപോയി. ഓ ഓ, ആ രമ്യേ പട്ടി ഓടിക്കുന്നത് പോലെ കുറച്ചോണ്ട് എന്നെ ഓടിച്ച്. മനസ്സിലായി. സംഗതികളെല്ലാം ഞങ്ങക്ക് മനസ്സിലായി. ലോഹ്യം കൂടാ പിന്നെ ചെന്നതാ. അവര് അടിയും കൊടുത്തു വിട്ടു. ഈ വേണു വെച്ച മഹാപുളുവനാ. എന്ത് വേല വെച്ചാലും പെട്ടെന്ന് കണ്ടുപിടിച്ചോളും. അച്ഛൻ മാറി ഇപ്പൊ അച്ഛനായോ? രാധമ്മ അവളുടെ മകനെ നോക്കുന്നതാ. ശത്രുത മാറിയെന്ന് ഇവിടെ പറയാൻ പറ്റുമോ? രാജുവിനെ ഇതുവരെ കണ്ടില്ല മോളെ. നേരം ഇരുട്ടിയില്ലോ. എന്തിനായിരിക്കും വർമ്മ സാർ അവനെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? മഴത്തുള്ളികൾ അഴിഞ്ഞാടുമീ നാടൻ വഴി. ആരത്? ഈ വാഴയിലേക്കൊന്ന് അടങ്ങി നിന്നൂടെ? തെക്കോട്ട് പോണത് ഏതോ ഒരു കള്ളുകൂടിയനാണല്ലോ. അത് കള്ളുകൂടിയനൊന്നുമല്ല, മനുഷ്യനെ പിടിച്ചു കുടിക്കുന്ന കള്ള ആ കേറി വരണത്. ദേ, നിങ്ങളുടെ വയറ്റിൽ പിറന്ന കരിന്തകര. അയ്യോ ജേട്ടൻ, ഏതെങ്കിലും വാഴ പോയി പോ. ആഹാ, വട്ടമേശ സമയം പോയി. കൊള്ള കുടിച്ചിട്ടോ കേറി വരുന്നല്ലേ. ഇവൻ കള്ളു കുടിക്കാത്ത ഒറ്റ ദിവസം ഇല്ലല്ലോ ദൈവമേ. ഞാൻ പുളിച്ച കള്ളൊന്നുമല്ല കുടിച്ചത്, നല്ല ഒന്നാം തരം വിസ്കി. ഇവരെ കടിക്കാൻ വഴിയിൽ പേപ്പട്ടി പോലും ഇല്ലല്ലോ എന്റെ ദൈവമേ. പേപ്പട്ടി കടിക്കണം എന്തിന്? നിങ്ങളൊന്ന് കടിച്ചാ പോരെ. എന്തിനാ ചേട്ടാ എന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്ന? ഞാൻ കരയുന്നാണ്ട അവർക്ക് വിഷമാവില്ലേ? ഞാൻ മനഃപൂർവ്വം കുടിച്ചല്ലടി മോളെ, സത്യം. എല്ലാം മറക്കാൻ വേണ്ടി കുടിച്ചു പോണതാ. ഒരു മഹാലക്ഷ്മി എന്റെ കൈ വന്നത്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ധനലക്ഷ്മി. അതെല്ലാം ചില കീടജന്മങ്ങൾ തട്ടിയെടുത്തില്ലേ? പോടാ കടമാൻ കഴുതേ. തട്ടിയെടുത്തെങ്കിലേ കണക്കായി പോയി. ഞാൻ തകർന്നു പോയില്ലേ? ചിലരൊക്കെ കൂടി എന്നെ തകർത്തില്ലേ? ഇവൻ എന്തൊക്കെ പിച്ചു മെയ്യോ പറയുന്നേ? ആർക്കറിയാ? എന്താടാ? എന്താ രാജു, എന്തൊരു പ്രശ്നമുണ്ടല്ലോ? അച്ഛന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്തിനാ രാജു? ആകെ കുഴപ്പത്തിലായി മാഡം, വർമ്മ സാറും ഞാനും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളോടൊന്ന് പറയടാ. കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള ലാപ്ടോപ്പ് ഡീലിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അത് ഗവൺമെന്റ് നിശ്ചയിച്ച കമ്പനിക്കല്ല പോയത്, പകരം മറ്റൊരു കമ്പനിക്കാ പോയത്. എങ്ങനെ പറ്റിയെന്നറിയില്ല. ഞാൻ ആ ഫയല് ഡീൽ ചെയ്തേ. ഇപ്പൊ എന്താടാ പ്രശ്നം? വിതരണം ചെയ്ത ലാപ്ടോപ്സ് എല്ലാം കംപ്ലൈന്റ് ഉള്ളതാ. ചിലത് പൊട്ടിത്തെറിച്ചെന്ന്.
ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? വർമ്മ സാറിനെതിരെ അഴിമതി ആരോപണം ഉണ്ടാവും. എന്റെ ജോലി പോവും. അകത്താവാതിരുന്ന ഭാഗ്യം. ദൈവമേ, രാജു വിഷമിക്കാതെ. ഒന്നും വരില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേ ഒരു വഴിയുള്ളൂ. എടാ, നീ സമാധാനായിട്ടിരിക്കേ. മോള് പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടാവില്ല. പാവങ്ങളായ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തിലേക്കല്ലേ അടിക്കണത്. ദൈവം നെറിയിട്ടവരുടെ കൂടെയല്ല, നീതിയുള്ളവരുടെ കൂടെയാ. എടേ, നീ ആഹാരം വിളമ്പ്. എടാ, നീ പോയി വേഷം മാറിയിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. ചേട്ടൻ ഇത് എവിടെ പോന്നു? എനിക്കൊന്നും വേണ്ട പ്രിയ. അല്ല, നിങ്ങൾക്ക് വിശപ്പില്ലേ? എനിക്ക് തീരെ വിശപ്പില്ല. ഓ, എന്താ പ്രിയച്ചി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്ന? പ്രിയച്ചിക്ക് എന്തോ ഒരു മൂഡൌട്ട്. മനസ്സിന് ഒരു സുഖമില്ല. കണ്ടില്ലേ ജേട്ടന്റെ ഈ കള്ളുകൂടി. സത്യം പറഞ്ഞോ, അതിൽ കൂടുതൽ വിഷമിക്കേണ്ടത് ഈ ഞാനല്ലേ. എന്റെ അച്ഛനും എന്റെ രാജുവാ ഒരുപോലെ ആ ലാപ്ടോപ്പ് വിഷയത്തില് കുടുങ്ങിക്കിടക്കുന്നത്. അല്ല പ്രിയച്ചി, കൊച്ചമണി വല്യമ്മയും ജേട്ടനും ഫുഡ് കഴിക്കാതെ പോയതെന്താ? ആർക്കറിയാം. അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയോ തരികിടകളുണ്ട്. രണ്ടെണ്ണവും സത്യം പറയില്ലല്ലോ. ഇത് തീക്കളിയാ. നിങ്ങൾ ഈ കുളു മണാലി പുളു മണാലി എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴേ ഞാൻ താക്കിയതാണ്. പിടി വീഴുവാടാ. ഗവൺമെന്റിന് വെട്ടിച്ച കേസാണ്. പിടി വീഴും. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും. ലാപ്ടോപ്പൊക്കെ പൊട്ടി തെറിച്ചതാ കേട്ടത്. ഇതൊക്കെ വലിയ പ്രശ്നമാവുന്നല്ലേ. ഓ, എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്ര 7ാം കൂലി കമ്പനി? ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. പോലീസ് പിടിച്ചാലേ പിടിക്കുന്നിടത്ത് വെച്ച് ഇടി തുടങ്ങും.